ഈ മുൻകാലത്തൊക്കെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അടിമകളെ വെച്ചിരിക്കുക, അടിമകളെ വിൽക്കുക, കൊടുക്കുക, ഇങ്ങനൊക്കെ ഒരു സംവിധാനം മുമ്പുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല എന്നാണ് പലവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ അടിമകളല്ല. അള്ളാഹുവിൻ്റെ അടിമകളാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അടിമയായിട്ട് തന്നെ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ സത്യത്തിൽ ആരുടെയൊക്കെയോ അടിമകളാണ്. ഓരോ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാരൻ്റെ അടിമകളാണ്. അതേത് പാർട്ടിയാണോ നമ്മളിൽ ഇൻട്രസ്റ്റ് പിടിച്ചെങ്കിൽ ആ പാർട്ടിയുടെ അടിമകളാണ് നമ്മൾ. പാർട്ടിയുടെ നേതാക്കൾ അവർ തമ്മിൽ എതിർപ്പൊന്നുമില്ല. നമ്മൾ തമ്മിൽ ഭയങ്കര എതിർപ്പാണ്. കൂടെയുള്ള സുഹൃത്ത് മറ്റൊരു പാർട്ടിക്കാരനാണെങ്കിൽ അവനോട് എതിർപ്പാണ്. അവനെന്തെങ്കിലും ചെയ്തു കൊടുക്കില്ല, സഹായവും മറ്റതാണെന്ന് പറയും. ഇങ്ങനെ പരസ്പരം എതിർ പാർട്ടിയുടെ ആളുകളോട് നമ്മൾ സാധാരണക്കാരിങ്ങനെ ഉറപ്പ് വെച്ചിട്ട് ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളോ അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. അവർ തമ്മിൽ കാണുമ്പോഴും പ്രശ്നങ്ങളും അവർ തമ്മിൽ എല്ലാ കാര്യത്തിലും അവർ സമമാണ്. അവരെ ഭയങ്കര കൂട്ടുകാരാണ്. അന്തർധാര ബന്ധം എല്ലാവരും ഉണ്ട്. പക്ഷെ അടിമകളായ നമ്മളോ അതിനു വേണ്ടി സിന്ദാബാദ് വിളിച്ച് അടിപിടി കൂടി പ്രശ്നങ്ങളുണ്ടാക്കി വെറുപ്പുകളുണ്ടാക്കി നമ്മളങ്ങനെ ജീവിക്കുന്നു. ഈ രാഷ്ട്രീയ അടിമത്വം ഒഴിവാക്കുക. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളായി മാത്രം ജീവിക്കുക. എൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ത് പറഞ്ഞാലും സിന്ദാബാദ്, മറ്റേ രാഷ്ട്രീയ പാർട്ടി എത്ര നല്ലത് പറഞ്ഞാലും മുർദാബാദ്. ഈ ഒരവസ്ഥ മാറ്റിയിട്ട് നമുക്കെന്താ നമ്മുടെ സ്വന്തം കാലിൽ നിന്നാൽ ജനസേവനം ചെയ്യുന്ന, നാട്ടിന് സേവനം ചെയ്യുന്നെന്ന് തോന്നുന്ന എല്ലാവരും കണക്ക് തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക. വോട്ട് നമ്മളെല്ലാവരും ചെയ്യണം. പക്ഷെ അതിൻ്റെ പേരിൽ അടിപിടി കൂടുക, പ്രശ്നം ഉണ്ടാക്കുക, അതിനുവേണ്ടി ജീവിതം കളയുക, ഇത് നമ്മളെല്ലാവരും ഒഴിവാക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ആരുടെയെങ്കിലും അടുക്കളപ്പൂച്ചയായി അതപ്പതിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു.